എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. +1 അറബിക് എക്സാമിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു വർഷം ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാർട്ട് 1, 2 ഷെയർ ചെയ്തിരിക്കുന്നത്. ഇന്ന് നോക്കാൻ പോകുന്നത് +1 അറബിയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ഭാഗങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാൽ, അപ്പോൾ മൂന്നാമത്തെ പാർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് സംഭാഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതേപോലെ തന്നെ പാർട്സ് ഓഫ് സ്പീച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേഗത്തിൽ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു അറബിയെ ബേസ് ചെയ്തുകൊണ്ട് മുൻപ് ചെയ്തിരിക്കുന്ന പാർട്ട് 1, 2 വീഡിയോകളുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒരു സംഭാഷണമാണ്. അപ്പോൾ ആ ഒരു സംഭാഷണത്തിന്റെ ഭാഗങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൽതഹഖത ഫീ മദ്രസത്തിൻ ജദീദത്തിൻ അൽ ആൻ അൻത ഫീ മഹ്സനിൽ മദ്രസത്തി ലിശിറാഇ ബഅദിൽ അദവാത്തിൽ മദ്രസിയ്യ ഫജറാ ബൈനക വ ബൈന അമീനിൽ മഖ്സനി ഹിവാറുൻ ഉക്തബ് ദാലികൽ ഹിവാറ. ഇനി നമുക്ക് അതിന്റെ ഒരു അർത്ഥം നമുക്ക് നോക്കിയാലോ. ഇൽതഹഖത നിങ്ങൾ ചേർന്നു, ഫീ മദ്രസത്തിൻ ജദീദത്തിൻ പുതിയ വിദ്യാലയത്തിൽ നിങ്ങൾ ചേർന്നു. അപ്പൊ നിങ്ങളൊരു പുതിയ സ്കൂളിൽ ചേർന്നിരിക്കുകയാണ്. അൽ ആൻ ഇപ്പോൾ, അന്ത നിങ്ങളാകുന്നത്, ഫീ മഹ്സനിൽ മദ്രസത്തി സ്കൂൾ സ്റ്റോറിലാണ് നിങ്ങൾ ഉള്ളത്. അപ്പോൾ സ്കൂൾ സ്റ്റോറിനൊക്കെ അറബിയിൽ പറയുന്നത് മഹ്സനിൽ മദ്രസത്തി എന്നാണ് പറയുക. അപ്പോൾ എന്തിനാണ് സ്കൂൾ സ്റ്റോറിൽ പോയിരിക്കുന്നത്? ലിശിറാഇ വാങ്ങാൻ വേണ്ടി, ബഅദിൽ അദവാത്തിൽ മദ്രസിയ്യത്തി അഥവാ സ്കൂളിലെ ചില സാമഗ്രികൾ അഥവാ ചില വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെ പോയിരിക്കുന്നത്? സ്കൂൾ സ്റ്റോറിലേക്ക് പോയിരിക്കുന്നത് എന്ന്. അപ്പോൾ അങ്ങനെ സ്കൂൾ സ്റ്റോറിൽ പോയപ്പോൾ ഫജറ നടന്നു, ബൈനക നിങ്ങൾക്കിടയിലും, വ ബൈന അമീനിൽ മഹ്സനി അതേപോലെ തന്നെ സ്റ്റോർ കീപ്പർക്കും ഇടയിലായിക്കൊണ്ട് ഹിവാറുൻ സംഭാഷണം നടന്നു എന്ന്. അപ്പോൾ സ്റ്റോർ കീപ്പറിനെ അറബിയിൽ പറയുന്നത് അമീനുൽ മഹ്സൻ എന്നാണ് പറയുക. അതേപോലെ തന്നെ സംഭാഷണത്തിന്റെ അറബി നേരത്തെ നമ്മൾ പഠിച്ചതാണ് ഹിവാർ എന്നാണല്ലോ. ഉക്തുബ് ദാലികൽ ഹിവാറ അവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ നടന്നിരിക്കുന്ന ആ ഒരു സംഭാഷണം എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും 2 വ്യക്തികളാണ് ഉള്ളത്. ഒന്നാമതായിട്ട് നിങ്ങളാണ്, അതേപോലെ തന്നെ രണ്ടാമതായിട്ട് അമീനുൽ മഹ്സൻ അഥവാ സ്റ്റോർ കീപ്പറുമാണ്. ഇനി നമുക്ക് ആ ഒരു സംഭാഷണത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് തഫല്ലൽ. തഫല്ലൽ എന്ന് വെച്ചാൽ എന്താണ്? വരൂ എന്നാണ് അർത്ഥം. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു വാക്കാണ് മാദാ തുരീദു അഥവാ താങ്കൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന്. ഇനി അതേപോലെ തന്നെ ആ ഒരു പദം കൊണ്ട് നമുക്ക് മറ്റൊരു അർത്ഥം കൂടി ഉദ്ദേശിക്കാൻ പറ്റുന്നതാണ് താങ്കൾക്ക് എന്താണ് വേണ്ടത് എന്ന്. ഇനി അതേപോലെ തന്നെ മറ്റൊരു പദമാണ് ഹാഹുവസ അഥവാ നിങ്ങൾ സാധനം ഇതാ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പോൾ ആ ഒരു പറയുന്നതിനുള്ള ഒരു വാക്കാണ് ഹാഹുവസ അഥവാ എന്താണ്? ഹിയർ ഇറ്റ് ഈസ്, ഇതാ നിങ്ങളുടെ സാധനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് കമിൽ മജ്മൂ ആകെ എത്രയായി, ഇനി എന്താണ് മൊത്തം എത്ര രൂപയായി എന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ അറബി പദമാണ് കമിൽ മജ്മൂ എന്ന്. അപ്പോൾ ഇത്രയും പദങ്ങൾ നമുക്ക് എന്താക്കാൻ പറ്റുന്നതാണ്? ഈ ഒരു സംഭാഷണത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്ന്. അപ്പോൾ കടകളിൽ വെച്ചുകൊണ്ട് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും ഇനി അതേപോലെ തന്നെ എവിടെ വെച്ച് എന്ത് സാധനങ്ങൾ വാങ്ങുകയാണെങ്കിലും ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഈ ഒരു അറബി പദങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ആ ഒരു സംഭാഷണം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഒന്നാമതായിട്ട് അദ്ദാരിസ്, അപ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അസ്സലാമു അലൈക്കും. അപ്പോൾ അമീനുൽ മഹ്സൻ ആണ് രണ്ടാമത്തെ ആളെന്ന് പറയുന്നത്, അഥവാ സ്റ്റോർ കീപ്പർ ആണ്. വഅലൈക്കും അസ്സലാം തഫല്ലൽ, അപ്പോൾ വരൂ എന്നാണ് പറയുന്നത്. മാദാ തുരീദു താങ്കൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ദാരിസ് പറയാണ് ഉരീദു മിർസമൻ വ മിംഹാത്ത്, അപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? മിർസമും വേണം അതേപോലെ തന്നെ മിംഹാത്തും വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ മിർസമ എന്ന് വെച്ചാൽ എന്താണ്? പെൻസിലാണല്ലോ, ഇന്നലെ നമ്മൾ പറഞ്ഞതാണ്. അതേപോലെ തന്നെ മിംഹാത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഇറൈസർ ആണ്. അപ്പോൾ ഈ 2 വസ്തുക്കളാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഈ വസ്തുക്കളുടെ അർത്ഥവും കാര്യങ്ങളും അതേപോലെ തന്നെ ഓരോന്നിനും എന്താണ് അറബിയിൽ പറയുക എന്നൊക്കെ നമ്മൾ എന്താണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് കണക്കത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സാധനങ്ങൾ പറഞ്ഞ സമയത്ത് അമീനുൽ മഹ്സൻ ആ സമയത്ത് ആഹുവദ ഇതാ നിങ്ങളുടെ സാധനം എന്ന് പറയുകയാണ്. അദ്ദാരിസ്, അപ്പോൾ ആ ഒരു സമയത്ത് ദാരിസ് ചോദിക്കാണ് കം സമനുഹ ഇതിന്റെ വില എത്രയാണ്? അപ്പോൾ നമ്മളൊരു വസ്തു എടുത്തുകൊണ്ട് വില ചോദിക്കുമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും എന്താണ് വില ചോദിക്കുകയാണ്. കം സമനുഹ എന്നാണ് വില ചോദിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഇതിന്റെ വില എന്ന്. അപ്പോൾ അമീനുൽ മഹ്സൻ പറയാണ് 20 റൂബിയ. അപ്പോൾ 20 റൂബിയ എന്നാണ് പറയുന്നത്. സുമ്മ പിന്നെ
മാതാ തുരീദ്, ഇനി എന്താണ് വേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് പറയാണ് ദാരിസ് ഉരീദ്, എനിക്ക് വേണം എന്താണ് മിസ്റ്റർ, എന്ത് വേണം എനിക്ക് മിസ്റ്ററും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ മിസ്റ്റർ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ് സ്കെയിൽ എന്നാണല്ലോ. അപ്പോൾ ഉരീദു മിസ്റ്റർ, എനിക്ക് എന്തും വേണം, ഒരു സ്കെയിലും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ദാരിസ്, അപ്പോൾ ആ സമയത്ത് ദാരിസ് ചോദിക്കുകയാണ് കമിൽ മജമോയെ, ഇപ്പോൾ മൊത്തത്തിൽ എത്ര രൂപയായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അമീൽ മഹജൻ പറയാണ് 40 രൂപ, 40 രൂപയായിട്ടുണ്ട് എന്ന്. അപ്പോൾ ആ സമയത്ത് ദാരിസ് എന്ത് ചെയ്യുകയാണ്, ഒരു പൈസ എടുത്തു കൊടുക്കുകയാണ്. ഹാഹുവദ 40 രൂപ, ഇന്ന നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു 40 രൂപ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പൈസ എന്താണ് പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമീൽ മഹദം പറയാണ് ശുക്രൻ. അപ്പോൾ ആ സമയത്ത് ദാരിസ് ഖാഫുവൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു സംഭാഷണത്തിൽ ഹിവാറിൽ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു വാങ്ങുന്ന സമയത്ത് ഇതിന് എത്രയാണ് രൂപ, അതേപോലെ തന്നെ ആകെ ടോട്ടൽ എത്ര രൂപയായും എന്നീ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു സംഭാഷണത്തിലൂടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഓർത്ത് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടന്നാലോ. അപ്പോൾ അടുത്തതായിട്ട് ലക്കിയത്ത് സബിത വ മുനീറ ഫിൽ മദ്രസത്തി ഫദാറ ബൈനഹുമാ ഹിവാറുൻ തർജമൽ ഹിവാറ ഇൽ ഇൻജിലീസിയ. അപ്പോൾ ലക്കിയത്ത് കണ്ടുമുട്ടി, സബിത ആര് കണ്ടുമുട്ടി, സബിത കണ്ടുമുട്ടി. അപ്പോൾ ലക്കിയത്ത് എന്നതിനർത്ഥം എന്താണ് മീറ്റ് ചെയ്തു എന്നാണ്. അപ്പോൾ ആരെയാണ് മീറ്റ് ചെയ്തിരിക്കുന്നത്, മുനീറയാണ്. ഫിൽ മദ്രസത്ത് എവിടെ വെച്ചുകൊണ്ടാണ്, സ്കൂളിൽ വെച്ചുകൊണ്ടാണ്. ഫദാറ ബൈനഹുമാ ഹിവാറുൻ, അങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഇവർ രണ്ടുപേർക്കും ഇടയിലായിക്കൊണ്ട് ഒരു സംഭാഷണം നടന്നു. തർജമൽ ഹിവാറ, ആ ഒരു സംഭാഷണത്തെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇതിൽ ഇൻജിലീസിയത്തി, ഇതിലേക്ക് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്താണ് സംഭാഷണം നടത്തിയിരിക്കുന്നത് അറബിയിലാണ്. ആ അറബിയിൽ നടത്തിയിരിക്കുന്ന സംഭാഷണത്തെ ഇംഗ്ലീഷിലേക്ക് മൊഴി മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് പിന്നെ അറബിയിലെ സംഭാഷണം നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നോക്കിയാലോ. അപ്പോൾ അവർ രണ്ടുപേർക്ക് ഇടയിൽ നടന്നിരിക്കുന്ന സംഭാഷണമാണ് സബീദ സബാഉൽ ഖൈർ, മുനീറ സബാഹുൻ നൂർ. ഇനി അദ്ദേഹം സബീദ ചോദിക്കാണ് കൈഫ ഹാലുക്കി, അപ്പോൾ പെണ്ണാണല്ലോ, അപ്പോൾ പെണ്ണായതുകൊണ്ട് എപ്പോഴും എന്താണ് ഹാലുക്കി എന്നാണ് ചോദിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് മുനീർ പറയാണ് സൈൻ, അഥവാ നല്ലത് എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം സബീദ വീണ്ടും ചോദിക്കാണ് വമൻ മാക്കി, നിന്റെ കൂടെ ആരാണ്. അപ്പോൾ മുനീറ പറയുന്നത് ഹാദാ സ്വദീഖത്തി സാലിമ, ഇത് എന്റെ കൂട്ടുകാരി സാലിമയാണ്. അപ്പോൾ ആ സമയത്ത് ഇലല്ലിക്കായി നമുക്ക് എന്താക്കാം വീണ്ടും കാണാം. മുനീറ പറയുന്നു അസ്സലാം, അഥവാ ഗുഡ് ബൈ പറയുകയും ചെയ്യുന്നു എന്ന്. അപ്പോൾ ഈ ഒരു സെന്റൻസിനാണ് പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒന്നാമത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമായിട്ട് സബിതയാണ്. അപ്പോൾ സബിത എന്താണ് ആദ്യം പറഞ്ഞത് സബാഉൽ ഖൈർ എന്നാണല്ലോ. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷാണ് ഗുഡ് മോർണിംഗ് എന്നാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ മുനീറ വീണ്ടും എന്ത് പറഞ്ഞു, സബാഹുൻ നൂർ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഗുഡ് മോർണിംഗ് എന്നത് തന്നെയാണ്. ഇനി അതേപോലെ അടുത്തായിട്ട് സബിത ചോദിക്കുകയാണ് കൈഫ ഹാലുക്കി, അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് പദം എന്താണ് ഹൗ ആർ യു എന്ന പ്രയോഗമാണ്. ഇനി അതേപോലെ തന്നെ മുനീർ അവിടെ എന്താണ് പറയുന്നത്, ആൻസർ ആയിട്ട് സെയിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഫൈൻ എന്നാണ്. ഇനി അതേപോലെ തന്നെ സബിത വീണ്ടും ചോദിക്കുകയാണ് വമൻ മാക്കി, നിന്റെ കൂടെ ആരാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്, ഹു ഈസ് വിത്ത് യു, നിന്റെ കൂടെ ആരാണ്. അപ്പോൾ ഹു എന്ന് വെച്ചാൽ ആരാണ്, വിത്ത് യു എന്ന് വെച്ചാൽ നിന്റെ കൂടെ എന്നാണല്ലോ. അപ്പോൾ ഹു ഈസ് വിത്ത് യു. ഇനി അതേപോലെ തന്നെ അടുത്തായിട്ട് മുനീറയാണ് ദിസ് ഈസ് മൈ ഫ്രണ്ട് സാലിമ, ഇത് എന്റെ സുഹൃത്ത് സാലിമയാണ്. അപ്പോൾ ഹാദിഹി സ്വദീഖത്തി സാലിമ, അപ്പോൾ സ്വദീഖത്തി എന്ന് വെച്ചാൽ എന്താണ് മൈ ഫ്രണ്ട് എന്നാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഇലല്ലിഖായ്, അപ്പൊ ഇലല്ലിഖായ് എന്നതിന്റെ ഇംഗ്ലീഷ് ആ പ്രയോഗമാണ്. ഇനി അതേപോലെ തന്നെ ഏറ്റവും അവസാനമായിട്ട് ഇലല്ലിഖായ്, അപ്പോൾ ഇലല്ലിഖായ് എന്നതിന്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് സി യു എന്നതാണ്. ഇനി അതേപോലെ തന്നെ മുനീറ പറയുന്നത് എന്താണ് അസ്സലാമ, അപ്പോൾ ഗുഡ് ബൈ എന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്രധാനമായിട്ടും ആ ഒരു സംഭാഷണത്തെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓരോ അറബി പദങ്ങളും ആ ഒരു അറബി പദത്തിന്റെ ഇംഗ്ലീഷ് പദങ്ങളും വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഇഖ്റയിൽ ഫിക്റത്തുൽ ആത്തിയത വ മയ്യിസൽ അസ്മാവൽ അഫ്ആൽ വൽ ഹുറൂഫ് കമാ ഫിൽ മിസാലി. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഗണ്ണിക വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്റ എന്ന് വെച്ചാൽ എന്താണ് പാരഗ്രാഫ് എന്നാണ്. അങ്ങനെ അത് വായിച്ചുകൊണ്ട് മയ്യിസൽ അസ്മാ, ഇസ്മുകളെയും വൽ അഫ്ആൽ, അതേപോലെ തന്നെ ഫീൽ എന്ന് വെച്ചാൽ വെർബാണ്, അതേപോലെ വൽ ഹുറൂഫ്, പാർട്ടിക്കിൾസ്, ഇവയൊക്കെ എന്താണ് വേർതിരിക്കാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. കമാ ഫിൽ മിസാൽ, ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ. അപ്പോൾ താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാരഗ്രാഫിൽ നൗൺ ഉണ്ട്, വെർബ് ഉണ്ട്, പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താണ് വേർതിരിച്ചുകൊണ്ട് ഒരു കോളത്തിലായിക്കൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്
കാര്യത്തെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാരഗ്രാഫ് ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ബാബു ദാരിസൻ യദർസു ബാബു ഫി മദ്രസത്തിൻ സാനവിയത്തിൻ ആലിയ വാലിദുഹു യഅമലു ഫി ശരീകത്തിൻ ഖരീബത്തിൻ മിൻ ബൈതിഹി ഖാല ലഹു വാലിദു ഇജ്തഹിദ് ഫി ദിറാസതിക വലാ തക്സൽ ഫിഹാ വഅതനിം ജമീഅൽ ഫുർസി ഫി ഹയാതിക ദാലിക ഹുവ തരീഖുൽ ഖവീമു ഇലൻ നജാഹിൽ മർലി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആ ഒരു ഫീലിലായിക്കൊണ്ടും അതേപോലെ തന്നെ ഇസ്മിലായിക്കൊണ്ടും അതേപോലെ തന്നെ ഹർഫിലായിക്കൊണ്ടും കൊടുത്തിരിക്കുന്ന പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവയിൽ നിന്നുമാണ് നൗണ് വെർബ് അതായത് പാർട്ടിക്കിൾസ് കാരണമൊക്കെ വേർതിരിച്ചുകൊണ്ട് എഴുതേണ്ടത് എന്ന്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ വേർതിരിക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഇസ്മ, എന്താണ് ഫീല്, എന്താണ് ഹർഫ് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇസ്മ എന്ന് വെച്ചാൽ എന്താണ്? നാമങ്ങളാണ്. അപ്പോൾ വ്യക്തി, വസ്തു, സ്ഥലം, അവസ്ഥ, ഗുണം എന്നിവയെ കുറിച്ചൊക്കെയാണ് ഇസ്മുകൾ എന്ന് പറയുന്നത്. ഇതിനൊക്കെ എന്തുണ്ടാവുകയില്ല, ഒരു കാലവുമായിട്ടും ഒരു ബന്ധമുണ്ടാവുകയില്ല. ഭാവി കാലമായിട്ടോ വർത്തമാനകാലമായിട്ടോ ഭൂതകാലമായിട്ടോ ഒരു കാലമായിട്ടും ബന്ധമില്ലാത്തൊരു വസ്തുവാണ് ഇസ്മ അഥവാ നൗണി എന്ന് പറയുന്നത്. അപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജബല് പർവ്വതം, കലം, പേന, അതിര്, നീതിമാന്, നസ്ർ അതേപോലെ സഹായിക്കുന്ന ആള്, കാത്തിബ് എഴുതുന്ന ആള്, ലർബൻ അടിക്കുന്ന ആള്, സെയ്ദ്, മക്ക, ഹാദ, അന, മൻ എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഇസ്മിനുള്ള എക്സാമ്പിൾസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്മ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇസ്മ എന്ന് വെച്ചാൽ പേരുകളാണ്. ഇനി അതേപോലെ രണ്ടാമത്തെ ഫെയിലാണ്, വെർബുകളാണ്. അപ്പോൾ വെർബ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ആ ഒരു 3 കാലത്തിനോടും അനുസരിച്ചുകൊണ്ടായിരിക്കും. അഥവാ ഭാവി, വർത്തമാനം, ഭൂതം എന്നീ കാലങ്ങൾ നടക്കുന്ന പ്രവൃത്തിയാണ് പ്രധാനമായിട്ടും ഫീലുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കതബ എന്ന് വെച്ചാൽ എഴുതി, അതേപോലെ തന്നെ എന്താണ് എൻസുർ എന്ന് വെച്ചാൽ സഹായിക്കും, ഉക്തുബ എന്ന് വെച്ചാൽ നീ എഴുത്, ലാ തൊൽറിബ് അടിക്കരുത്, ലാ യഫ്അലു പ്രവർത്തിക്കരുത്. അപ്പോൾ ഇവയൊക്കെ എന്താണ് ഓരോ കാലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓരോ കാലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് പ്രധാനമായിട്ടും ഫെയിലുകൾ അഥവാ ക്രിയകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന് ഹർഫാണ്. അപ്പോൾ ഹർഫ് എന്ന് വെച്ചാൽ അവ്യയങ്ങളാണ്. അപ്പോൾ മറ്റൊരു പദത്തോട് കൂടി ചേരുമ്പോൾ മാത്രമേ അതിനൊക്കെ പൂർണ്ണ അർത്ഥം ലഭിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ ഫി, അന്ന്, അതായത് മിന്ന്, ഇല ഇവയൊക്കൊന്നും എന്തില്ല ഒരു സ്വയം അർത്ഥമില്ല. മറിച്ചാണ് മറ്റൊരു പദത്തോടു കൂടെ ചേരുമ്പോൾ മാത്രമേ ഇവയൊക്കെ അർത്ഥങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന്. അപ്പോൾ ഓരോ വിദ്യാർത്ഥികൾക്കും എന്താണ് ഇസ്മി, എന്താണ് ഫേല്, എന്താണ് ഹർഫ് എന്നൊക്കെ നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്കെന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തുകൊണ്ട് ഇസ്മും ഫേലും ഹർഫും കാരണമൊക്കെ നമുക്കൊന്ന് വേർതിരിച്ച് നോക്കിയാലോ. അപ്പോൾ ഇസ്മി എന്ന കോളത്തിൽ പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ എഴുതി കൊടുക്കേണ്ടത് ബാബു, മദ്രസ, ദാരിസ്, സാനവിയ, ആലിയ, വാലിദുഹു, ശരിക്ക എന്ന് വെച്ചാൽ കമ്പനിയാണ്, ഖരീബ, ബൈത്തുഹു, ദിറാസ, ഹുവ, ജമീ, ഫുർസ എന്ന് വെച്ചാൽ അവസരം എന്നാണ്. അതേപോലെ തന്നെ ഹയാത്ത്, ദാലിക, ത്വരീഖ്, കവീമ്, നജാഹ്, മർലി എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ആ ഒരു പാരഗ്രാഫിലെ ഇസ്മുകൾ അഥവാ നൗണുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഫീലുകൾ പ്രധാനമായിട്ടും ഇദ്റുസു, യഅമലു, കാല എന്ന് വെച്ചാൽ പറഞ്ഞു എന്നാണ്, ഇജ്തഹിദ്, ലാ തക്സൽ, റഅയ്തനി എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഫീലുകൾ അഥവാ വെർബുകൾ എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഹർഫുകളാണ് ഫി, മിന്ന്, ഇല, ലി എന്നിവയൊക്കെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എക്സാമിന് പോകുന്ന സമയത്ത് ഒന്നാമത്തെ അധ്യായത്തെ ബേസ് കൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ